blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങളുടെ പരിചയത്തിലുള്ള 1-2 പേര് ഇപ്പോൾ തന്നെ ഫോൺ ചെയ്ത് തുടർന്നുള്ള ഈ എപ്പിസോഡ് കാണാൻ വേണ്ടി അവരോട് റിക്വസ്റ്റ് ചെയ്യുക. ഇന്ന് മുതൽ അവർ കാണാൻ തുടങ്ങട്ടെ. ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത 1-2 പേരെയെങ്കിലും ഇപ്പോൾ തന്നെ അറിയിക്കുക. ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിൻ്റെ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, കോട്ടയത്തു നിന്നുള്ള എലിസബത്ത് കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി വിൽക്കുന്നതിനാവശ്യമായ ഗൈഡൻസ് കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, തുടർന്ന് അത് റീഇൻവെസ്റ്റ് ചെയ്യുവാൻ ശരിയായ രീതിയിലുള്ള ഗൈഡൻസ്, ഡയറക്ഷൻ കർത്താവ് കൊടുക്കണമേ. ശരിയായ വ്യക്തിയിലേക്ക് കർത്താവെ നീ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം വളരെ സ്മൂത്തായി നടക്കത്തക്ക രീതിയിൽ യേശു കർത്താവിൻ്റെ കരം പിടിച്ച് എത്രയും വേഗം നടത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. Isaiah chapter number 6 and verse number 3. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ. Revelation chapter 4 verse number 8. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. They were singing the same thing. ഒരേ കാര്യം തന്നെ അവിടെ പാടുകയാണ്. What was they singing? എന്താണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്? They were singing, holy, holy, holy is the Lord God Almighty. അവർ പാടുന്നത് ചേർന്ന് പറയാമോ? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. Lift up your hands and say it loud. കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ പറയാമോ? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. We said it and you thought, will Brother Damien ask me to say it again? 2-3 പ്രാവശ്യം നമ്മൾ അത് പറഞ്ഞു. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചു കാണും, വീണ്ടും ബ്രദർ ഡാമിൻ അത് പറയാൻ ആവശ്യപ്പെടുമെന്ന്. Because we were fed up with that. കാരണം അത് പറഞ്ഞ് നമ്മളാകെ തളർന്നുപോയി. But the angels are not doing like that. എന്നാൽ മാലാഖമാർ അങ്ങനെയല്ലായിരുന്നു. 24/7 before the throne they are saying, holy, holy, holy is the Lord God Almighty. ഓർക്കുക, 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും അവർ ദൈവസിംഹാസനത്തിന്റെ മുൻപാകെ നിന്ന് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ചുമ്മാ പറയൽ ആർപ്പിട്ടുകൊണ്ടിരുന്നു. Hallelujah. Hallelujah. And Isaiah the prophet heard it in BC 700s. ഇപ്പോൾ യെശയ്യാ പ്രവാചകൻ അത് കേൾക്കുന്നത് ഏതാണ്ട് BC 700-ലാണ്. But in the 1st century, John the apostle is hearing the same thing, continuing. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ യോഹന്നാൻ അപ്പസ്തോലൻ അതേ വാക്കുകൾ തന്നെ മാലാഖമാർ ആരാധിക്കുന്നത് താൻ കേൾക്കുകയാണ്. They did not change the words of the song. അവരുടെ ഗാനത്തിന്റെ വരികൾക്ക് മാലാഖമാർ മാറ്റം വരുത്തിയില്ല. They didn't change the words. അവർ വാക്കുകൾക്ക് മാറ്റം വരുത്തിയില്ല. They are still saying, holy, holy, holy. അവർ ഇപ്പോഴും പാടുകയാണ്, പരിശുദ്ധൻ, പരിശുദ്ധൻ. Our God is faithful. നമ്മുടെ ദൈവം വിശ്വസ്തൻ. He is loving. അവൻ സ്നേഹവാൻ. He is righteous. അവൻ He has so many other characteristics. ഒത്തിരി ഗുണവിശേഷങ്ങൾ അവനുണ്ട്. But they are singing this one particular thing. What is that? Holy, holy, holy. ഒത്തിരി ഗുണവിശേഷങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ ഈ ഒരു ഗുണവിശേഷം അവർ തുടർമാനമായി പാടുന്നു. ഏതാണത്? പരിശുദ്ധൻ,
പരിശുദ്ധൻ പരിശുദ്ധൻ. Lift both of your hands and everybody in English, holy, holy, holy. കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ അതൊന്ന് പറയാമോ? ഹോളി, ഹോളി. Move your hands and say it, holy, holy, holy is the Lord God Almighty. Is the Lord God Almighty. Hallelujah. Hallelujah. So some people had a chance to see God, at least a glimpse. അതുകൊണ്ട് ചില ആളുകൾക്ക് ഒരു ക്ഷണിക ദൃശ്യം കാണുവാനുള്ള അവസരങ്ങൾ ചിലർക്ക് ദൈവത്തിന്റെ ലഭിച്ചിരിക്കുകയാണ്. Many years back, Sir Isaac Newton was doing some experiments. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് സർ ഐസക് ന്യൂട്ടൺ ചില എക്സ്പെരിമെന്റുകൾ, ചില പരീക്ഷണങ്ങൾ About light energy. അദ്ദേഹം പ്രകാശ ഊർജത്തെ കുറിച്ചായിരുന്നു. And one day he was experimenting with the reflected image of the sun. ഒരു ദിവസം അദ്ദേഹം സൂര്യന്റെ പ്രതിബിംബത്തെ കുറിച്ചുള്ള ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. And in the experiment he started to stare at the image, reflected image of the sun into the mirror. He looked for a few minutes. അദ്ദേഹം ഒരു ദിവസം തൻ്റെ പരീക്ഷണത്തിനിടയിൽ ഈ സൂര്യൻ്റെ ആ പ്രകാശം, ആ സൂര്യൻ്റെ പ്രതിബിംബം അതുപോലെ തന്നെ ഒരു ഗ്ലാസിനകത്തേക്ക്, ഒരു കണ്ണാടിക്കകത്തേക്ക് താൻ പ്രതിബിംബിക്കുന്നത് താൻ കാണുവാനിടയായി. He looked into that for a few minutes. ആ കണ്ണാടിയിൽ അദ്ദേഹം ചില മിനിറ്റുകളോളം അത് നോക്കിക്കൊണ്ടു നിന്നു. The brightness of the reflected image burnt into his retina. ആ സമയത്ത് ആ കണ്ണാടിയിൽ പ്രതിബിംബിച്ച ആ സൂര്യകിരണങ്ങളുടെ ശക്തി തന്റെ കണ്ണിന്റെ റെറ്റിനയെ ബാധിച്ചു. And after some time, ചില നിമിഷങ്ങൾക്ക് he ശേഷം was temporarily blind. താൽക്കാലികമായി തന്റെ കണ്ണിന്റെ കാഴ്ചശക്തി He നഷ്ടമായി. took away his eyes. പെട്ടെന്ന് തന്റെ കണ്ണ് താൻ മാറ്റി. He went to a dark room. തന്നെ ഒരു ഇരുട്ട് മുറിയിലേക്ക് He കടന്നുപോയി. closed his eyes, തന്റെ കണ്ണുകൾ അടച്ചു പിടിച്ചു. opened his eyes, തന്റെ കണ്ണ് തുറന്നു. but he was like a blind man. ആ സമയത്തും താൻ ഒരു അന്ധനെ For പോലെയായിരുന്നു. 3 days he could not see anything. 3 ദിവസങ്ങൾ തനിക്കൊന്നും കാണാൻ സാധിച്ചില്ല. But he saw one thing. എന്നാൽ ഒരു കാര്യം താൻ കണ്ടുകൊണ്ടിരുന്നു. The image, the bright image of the sphere of sun was always in front of his eyes. തന്റെ കണ്ണിന്റെ മുൻപിൽ ആ തിളങ്ങി നിൽക്കുന്ന, ഗോളമായി നിൽക്കുന്ന സൂര്യബിംബം തന്റെ കണ്ണിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു കാഴ്ച താൻ അപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. Whether he closed his eyes or opened his eyes, this image was always in front of him. താൻ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും ആ ഒരു പ്രതിബിംബം തന്റെ കണ്ണിന്റെ മുൻപിൽ ജ്വലിച്ചു നിന്നു. If we cannot withstand the natural sun, the brightness of the natural sun, how can we stand in the presence of the original sun, the creator of the natural sun, the sun of righteousness? ഓർക്കുക, ഈ ലോകത്തിൽ വെളിച്ചം നൽകുവാനായി സൃഷ്ടിക്കപ്പെട്ട ഈ വലിയ സൂര്യബിംബത്തിന്റെ വെളിച്ചത്തെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതിന്റെ മുൻപിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, സകല സൂര്യന്മാരെ സൃഷ്ടിച്ച സൂര്യനായിരിക്കുന്ന നീതി സൂര്യന്റെ മുൻപിൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ സാധിക്കും? If we can barely endure the candlelight, how can we look at the bright sun? ഓർക്കുക, ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തെ നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ സൂര്യന്റെ വെളിച്ചം നമുക്ക് സഹിക്കാൻ സാധിക്കും? Our God is the sun of righteousness. ഓർക്കുക, നമ്മുടെ ദൈവം നീതി സൂര്യനാണ്. Psalm 104 says he has clothed himself with light and radiance. സങ്കീർത്തനം 104 പറയുന്നു, അവൻ വെളിച്ചത്തെ വസ്ത്രം പോലെ ഉടുത്തിരിക്കുകയാണ്. Light is his garment. ഓർക്കുക, വെളിച്ചമാണ് അവന്റെ വസ്ത്രം. Light is his robe. ഓർക്കുക, വെളിച്ചം അവന്റെ വസ്ത്രമാണ്. Hallelujah. ഹല്ലേലൂയ. So many years back there lived a very godly man called Job. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ വളരെ ദൈവപുരുഷനായ ഒരു വ്യക്തി ഇയ്യോബ് എന്ന് You know പറയുന്ന the വ്യക്തി. story of Job. ഇയ്യോബിന്റെ കഥ He was a നിങ്ങൾക്കറിയാം. very wealthy man. വളരെ ധനവാനായ വ്യക്തി. He had 7 sons and 3 daughters. 7 പുരുഷന്മാരെ 3 A പെൺകുട്ടികൾ. livestock, beautiful wives, so many agricultural land, and he was filthy rich man. ഒത്തിരി കന്നുകാലികളും മനോഹരമായിട്ടുള്ള വസ്തുക്കളും നല്ല സുന്ദരിയായ ഭാര്യയും ഒക്കെയായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ധനാഢ്യനായ ജീവിതം നയിക്കുന്ന വ്യക്തി. But Satan came into his life like a storm and destroyed everything. എന്നാൽ സാത്താൻ തന്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് തന്നെ നശിപ്പിച്ചു. And you know what happened? എന്ത് സംഭവിച്ചു? He was lamenting sitting in the dust. ആ സമയത്ത് പൊടിയിൽ ഇരുന്നു കൊണ്ട് താൻ വിലാപം കഴിക്കുകയാണ്. And we read that some of his friends came
for a company and started to discuss long about God and things in life, principles of life, etc. എന്നാൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? തൻ്റെ സ്നേഹിതന്മാരിൽ ചില ആളുകൾ തനിക്ക് കൂട്ടായി വന്ന് അതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള വലിയ വിശദീകരണ വിവരണങ്ങൾ തന്നോട് സംസാരിക്കുകയാണ്. One friend spoke up. He said so many things about God. ഒരു സ്നേഹിതൻ വന്നിട്ട് ദൈവത്തെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ സംസാരിച്ചു. Friend number 2 spoke up and he spoke so many great things about God. അപ്പോൾ തന്നെ രണ്ടാമത്തെ സ്നേഹിതൻ വന്നിട്ടും ഇതുപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. All of them spoke. എല്ലാവരും സംസാരിക്കുന്നു. Even Job also spoke. ആ സമയത്ത് ഇയ്യോബും അങ്ങോട്ട് സംസാരിക്കുന്നതായിട്ട് കാണാം. But one day, എന്നാൽ ഒരു ദിവസം God showed up. ദൈവം പ്രത്യക്ഷനായി. The real God showed up. യഥാർത്ഥ ദൈവം അവിടെ പ്രത്യക്ഷനായി. Job 42. ഇയ്യോബിന്റെ പുസ്തകം Verses 5 and 6. അതിന്റെ 5-6. When Job saw God, ഇയ്യോബ് ദൈവത്തെ കണ്ട നിമിഷത്തിൽ everything he had in his mind about God changed. ദൈവത്തെക്കുറിച്ച് തന്റെ മനസ്സിലുണ്ടായിരുന്ന സകല കാര്യങ്ങൾക്കും മാറ്റമുണ്ടായി. Now Job says, I had heard rumors about you. അപ്പോൾ ഇയ്യോബ് പറയുകയാണ്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. Now my eyes have seen you. എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണ് അങ്ങയെ കണ്ടിരിക്കുന്നു. Therefore I take back my words and repent in dust and ashes. എന്നിട്ട് അവിടെ ആകിയാൽ ഞാൻ സ്വയം എന്റെ വാക്കുകളിൽ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. See what is happening here? ഇവിടെ എന്താണ് ഇയ്യോബിന് സംഭവിച്ചിരിക്കുന്നത്? We hear about God. നാം ദൈവത്തെക്കുറിച്ച് We കേൾക്കുന്നു. have some ideas about God. ദൈവത്തെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ നമുക്കുണ്ട്. But when we see him really face to face, എന്നാൽ യഥാർത്ഥത്തിൽ മുഖാമുഖമായി നാം അവനെ all കണ്ടാൽ these ideas may change. നമ്മുടെ ധാരണകളെല്ലാം മാറിപ്പോകും. Hallelujah. Hallelujah. He is greater than what we think about him. നാം അവനെക്കുറിച്ച് വെച്ചിരിക്കുന്നതിനേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം He is എന്നുള്ളത്. holier than what we understand. നാം മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാൾ വിശുദ്ധനാണ് നമ്മുടെ Let ദൈവം. us lift up our hands and worship ഈ him. സമയത്ത് കൈകൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ ഒന്ന് ആരാധിച്ചാലും. Hallelujah. Hallelujah. Worship him. അവനെ ആരാധിച്ചാലും. Everywhere worship him. എല്ലായിടത്തും ആരാധിച്ചാലും. Everybody say holy. എല്ലാവരും പറഞ്ഞാലും holy. holy holy holy. എല്ലാവരും holy 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 is the Lord God Almighty. Praise the Lord God Almighty. Praise God. Praise God. Hallelujah. Now Isaiah, when he saw God, ഇപ്പോൾ യെശയ്യാവ് താൻ ദൈവത്തെ കണ്ടപ്പോൾ, chapter 6 and verse number 5, അതിന്റെ 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ he വചനത്തിൽ was already a prophet, അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരു പ്രവാചകനാണ്, anointed man of God. ദൈവികമായി അഭിഷിക്തനാണ്. He started to prophesy over nations of the world, ലോകത്തെക്കുറിച്ച്, രാജ്യങ്ങളെക്കുറിച്ച് താൻ പ്രവചിക്കുന്ന meaning വ്യക്തിയാണ്. he has an international ministry. അതിന്റെ അർത്ഥം അന്തർദേശീയമായ ശുശ്രൂഷയുള്ള വ്യക്തിയാണ്. But now when he saw the Lord, എന്നാൽ കർത്താവിനെ അവൻ കണ്ടപ്പോൾ he's saying, woe is me, for I am ruined, because I am a man of unclean lips and live among people of unclean lips, and because my eyes have seen the King, the Lord of hosts. ഓർക്കുക, ദൈവത്തെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. If we have an encounter with him, everything about us will change. ഓർക്കുക, നമുക്ക് ദൈവമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം ഉണ്ടായാൽ, ദൈവിക ബന്ധമുണ്ടായാൽ, ഇന്നുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും മാറിയിരിക്കും. Hallelujah. ഹല്ലേലൂയ. And when we really know him, നാം യഥാർത്ഥത്തിൽ അവനെ അറിയും. we will never backslide from him. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവനെ വിട്ട് പിന്മാറ്റത്തിൽ പോകാൻ When we really see him, നമ്മൾ യഥാർത്ഥത്തിൽ അവനെ when കണ്ടിട്ടുണ്ട്, we really get to know him, അവനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, we will have the guts and boldness and mettle and courage to live for him. നമുക്ക് അവന് വേണ്ടി ജീവിക്കുവാനുള്ള ധൈര്യവും ഉറപ്പും വിശ്വാസവും ഉണ്ടാകുകയാണ്. Hallelujah. ഹല്ലേലൂയ. Lift your hands and pray that prayer. Lord, I want to know you more. ഒരിക്കൽ കൂടെ കൈയൊന്ന് ഉയർത്തിയിട്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ച, കർത്താവേ, എനിക്ക് അങ്ങേക്ക് വേണ്ടി കൂടുതൽ നന്നായി ജീവിക്കണം. Hallelujah. ഹല്ലേലൂയ. Isaiah 40 and verse number 15. God is asking us, who will you compare me to? അവിടെ യെശയ്യാവ് 40:25 പറയുന്നു, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യനാക്കും, ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. God is challenging us. ഇവിടെ ദൈവം നമ്മെ നോക്കി വെല്ലുവിളിക്കുകയാണ്. Even I have heard believers say sometimes,
Satan has more power than Jesus. എന്തിനു പറയണം, വിശ്വാസികൾ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സാത്താന് ദൈവത്തെക്കാൾ കൂടുതൽ ശക്തിയുണ്ടല്ലോ. സാത്താന്റെ ശക്തി ഒന്ന് നോക്കണേ, അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു. But when you really know Jesus, you will understand how much powerful he is. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞാൽ അവൻ എത്രയോ ശക്തിമാനാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. 1 John chapter 1 verse number 5 says there is absolutely no darkness in him at all. ഒന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനത്തിൽ നാം അവനിൽ കാണുന്നു, ഇരുട്ട് ഒട്ടും ഇല്ല. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. James chapter 1 and verse number 13. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം, God is not tempted by evil, he himself doesn't tempt anyone. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. That means there is no shadow of evil in him. No one can tempt God to do evil things. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൽ ദോഷങ്ങളുടെ പരീക്ഷണങ്ങൾ കാണുവാനേയില്ല, ആർക്കും അവനെ പരീക്ഷിക്കുവാനും സാധ്യമല്ല. Habakkuk chapter 1 verse number 13. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം, God's eyes are too pure to look on evil. ദോഷം കണ്ടുകൂടാതെ വണ്ണം ദൈവത്തിന്റെ കണ്ണുകൾ വളരെ നിർമ്മലമാണ്. Hallelujah. Hallelujah. That means God cannot even look at sin. കാരണം ദൈവത്തിന് പാപത്തെ കാണുവാൻ പോലും സാധ്യമല്ല. Hallelujah. Hallelujah. He has such pure holy eyes. അദ്ദേഹത്തിന് ദൈവത്തിന് അത്രത്തോളം നിർമ്മലമായ ദൃഷ്ടിയാണുള്ളത്. Jesus was hanging on the cross. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ The തൂങ്ങിക്കിടക്കുമ്പോൾ Bible says he hung on the cross for us. ബൈബിൾ പറയുന്നു, അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തൂങ്ങിക്കിടന്നു. And he carried all our sins. എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ സകല പാപങ്ങൾ വഹിച്ചു. All the sins of the whole world was put on Jesus on the cross of Calvary. കാൽവരി ക്രൂശിൽ സകല പാപങ്ങളും യേശുവിന്റെ മേൽ ആരോപിക്കപ്പെട്ടു. And Jesus cried out, my God, why have you forsaken എന്ന് me? മാത്രമല്ല, യേശുവോടെ കരയുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്? Why did God forsake him? എന്തുകൊണ്ട് ദൈവം അവനെ കൈവിട്ടു? Why did God turn his face away from Jesus? എന്തുകൊണ്ട് യേശുവിൽ നിന്ന് ദൈവം തന്റെ മുഖം മറച്ചു കളഞ്ഞു? Because on Jesus all the sins were attributed. കാരണം അവനിൽ, യേശുവിൽ സകല പാപങ്ങളും ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. Habakkuk says God has pure eyes and he cannot look at sin. ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നാം കേട്ടു, ദൈവത്തിന് നിർമ്മല ദൃഷ്ടിയാണ്, അതുകൊണ്ട് പാപത്തെ അവൻ ഒരിക്കലും നോക്കുന്നില്ല. The sinless Son of God was made sin for us, so God turned his eyes away from Jesus. എന്നാൽ കാൽവരി ക്രൂശിൽ സംഭവിച്ച കാര്യം, പാപരഹിതനായ ദൈവപുത്രന്റെ മേൽ പാപം ആരോപിക്കപ്പെട്ട് പാപിയായി നിൽക്കുമ്പോൾ ദൈവം പാപത്തെ നോക്കാത്തവനായതുകൊണ്ട് ദൈവം തന്റെ മുഖം മറച്ചു കളഞ്ഞിരിക്കുകയാണ്. Hallelujah. Hallelujah. That much pure are God's eyes. ഓർക്കുക, അത്രത്തോളം വിശുദ്ധമാണ് ദൈവത്തിന്റെ കണ്ണുകൾ എന്ന്. Now listen to this. ദയവായി ഇപ്പോൾ If ശ്രദ്ധിച്ചാലും, God cannot look at sins, ദൈവത്തിന് പാപത്തെ നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ we cannot look at his holiness. ഓർക്കുക, നമുക്ക് അവന്റെ വിശുദ്ധിയെ നോക്കാൻ സാധ്യമല്ല. Isaiah chapter 6 and verse number 2. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം, The heavenly worship is going on. ഇവിടെ സ്വർഗീയമായ ആരാധന Isaiah നടക്കുകയാണ്. is watching. യെശയ്യാവ് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Hundreds and hundreds of seraphim are worshiping the Lord. ഇപ്പോൾ നൂറുകണക്കിന് സാറാഫുമാർ തന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. And how were they worshiping the Lord? എങ്ങനെയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്? The Bible says seraphim are a different being. They are not like human beings. ബൈബിൾ പറയുന്നു, സറാഫുകൾ എന്നുള്ളത് മനുഷ്യരെ പോലെയല്ല, അവർ വ്യത്യസ്തരായ ജീവികളാണ്. We have two hands, നമുക്ക് 2 കൈകളാണുള്ളത്, but they have 3 pairs of wings. എന്നാൽ അവർക്ക് 3 ജോഡി ചിറകുകളാണുള്ളത്. And the seraphim, while they are worshiping, the first thing that they do is they are covering their faces with a couple of wings. അവർ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? സാറാഫുമാർ 2 ചിറകുകൾ കൊണ്ട് അവർ മുഖത്തെ മറയ്ക്കുന്നു. Because they cannot stand the holiness of God. കാരണം ദൈവത്തിന്റെ ആ ഒരു വിശുദ്ധിയുടെ മുൻപേ അവർക്ക് നോക്കി നിൽക്കുവാൻ സാധ്യമല്ല. Why am I bringing all the scenes from the scriptures and all these verses to you today? ഇന്ന് എന്തുകൊണ്ടാണ് ദൈവവചനത്തിലെ ഈ സീനുകളും ഈ വചനഭാഗങ്ങളും നിങ്ങൾക്ക് നൽകുന്നത്? So that we will have a picture about the holy God. അങ്ങനെ വരുമ്പോൾ വിശുദ്ധനായ ദൈവത്തെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക്
ലഭിക്കുവാനിടയായി. And when we have the real idea about the holiness of God, we will also live holy life in this world. അത് മാത്രമല്ല, ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ ആ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും നമുക്ക് സാധ്യമായി തീരും. ആൻറ്റി പറയുന്നത് ആൻറ്റിക്ക് ഇപ്പോൾ 54 വയസ്സുണ്ട്. 21ാമത്തെ വയസ്സിൽ ആൻറ്റിക്ക് നടുവേദന വന്നു. അത് വരുവാൻ കാരണം മൂത്ത മകനെ പ്രസവിച്ചപ്പോൾ ആ സമയത്തുണ്ടായ നടുവേദനയാണ്. ഈ ഭാഗത്താണ് നടുവേദന അതിശക്തമായി ഉണ്ടായിരുന്നത്. പക്ഷേ മരുന്നൊന്നും വാങ്ങിച്ചില്ല. വേദന ഇങ്ങനെ ഇടയ്ക്ക് വരും പോകും, അല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നടുവേദന അതികഠിനമായി. ആ സമയത്ത് ആൻറ്റി വേദന വർദ്ധിച്ചു. ഓക്കെ. അപ്പോൾ ആൻറ്റി മരുന്ന് കഴിക്കുമായിരുന്നു, പക്ഷെ അതിനൊന്നും കുറവുണ്ടായിരുന്നില്ല. അതിനിടയിൽ കഴിഞ്ഞ മാസം, അതായത് 24-ാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു, ആൻറ്റി അവിടെ ആരാധനയ്ക്ക് വന്നിരുന്നു. അന്ന് അതിശക്തമായ നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിൻ്റെ ലൈവ് ടെലികാസ്റ്റിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അതിശക്തമായ ആരാധന നടക്കുന്ന സമയമായിരുന്നു. നമ്മുടെ ഷമാ സിസ്റ്ററാണ് അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ജനങ്ങളെ കാണിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും കണ്ണെല്ലാം നിറഞ്ഞൊഴി. പ്രത്യേകമായ ഒരു പരിശുദ്ധാത്മൻ അനുഭവമായിരുന്നു. ആൻറ്റി 5ാമത്തെ നിരയിലെ കസേരയിൽ മധ്യഭാഗത്തായിട്ടാണ് ആൻറ്റി ഇരുന്നിരുന്നത്. കല്യാൺ ബ്ലെസ്സിംഗ് സെൻ്ററിലെ എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച് ചിലരെല്ലാം കരയുന്നു, അവരെ ശരീരമെല്ലാം ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഷമാ സിസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പുറം ഭാഗത്ത് വേദനയുള്ളവർ, നടുവിൽ വേദനയുള്ളവരെ യേശു കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു എന്ന് ഷമാ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ആൻറ്റി കസേരയിൽ ഇങ്ങനെ, ഇതുപോലുള്ളൊരു കസേരയിൽ, സാധാരണ നടുവേദന ഉള്ളവർക്ക് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, സാധാരണ നടുവേദന ഉള്ളവർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ആൻറ്റി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ആൻറ്റിയുടെ ശരീരം ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം, അന്നത്തെ ആ പ്രാർത്ഥനയിൽ ആ പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങിയതിന് ശേഷം ദൈവം ചെയ്താൽ നീണ്ട 33 വർഷത്തെ നടുവേദന കർത്താവ് ഒരു മരുന്ന് കൂടാതെ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എടുത്തു മാറ്റി ഇന്ന് പൂർണ്ണ സൗഖ്യമാക്കി. അതുമാത്രമല്ല, തൻ്റെ അനിയത്തിയുടെ കുഞ്ഞ്, അതും കഴിഞ്ഞ മാസം തന്നെയാണ് റൈസ് കുക്കർ മറിഞ്ഞു വീണിട്ട് അരക്ക് കീഴ്പോട്ട് പൊള്ളി. എത്ര വയസ്സുള്ള കുഞ്ഞ്? 1 വയസ്സും 3 മാസമുള്ള കുഞ്ഞാണ്. കൊച്ചു കുഞ്ഞ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പൊള്ളി കഴിഞ്ഞപ്പോൾ ആൻറ്റി ചെയ്തത് ഉടനെ തന്നെ നമ്മുടെ പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ചു. അവരവിടെ നിന്ന് വിളിച്ചു, എറണാകുളത്ത് നിന്ന് വിളിച്ചു, കേരളത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആൻറ്റി നമ്മുടെ കൊച്ചിയിലെ ബ്ലെസ്സിംഗ് സെൻ്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനിടയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അതിനിടയിൽ ആ യാത്രക്കിടയിൽ ദൈവം അത്ഭുതം ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇതാണ്, ഇതിന് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. കൈകളടിച്ച്. അത് മാത്രമല്ല, ഒരെണ്ണം കൂടിയുണ്ട്. ആൻറ്റി എന്ത് പ്രാർത്ഥന വിഷയം പറഞ്ഞാലും നമ്മുടെ കൊച്ചിയിലെ ബ്ലെസ്സിംഗ് സെൻ്ററിലെ പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റിയാണ്. ആൻറ്റിയുടെ കൂട്ടുകാരി രത്നമ്മ, അവരുടെ ഡിവോഴ്സിൻ്റെ വക്കീലാണ് ആ കുടുംബം എത്തിയിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് ലണ്ടനിലാണ്. അപ്പോൾ അദ്ദേഹം കാശോ പണമോ ഒന്നും അയച്ചു കൊടുക്കില്ല. അങ്ങനെ ഇത് ഡിവോഴ്സിൻ്റെ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ആൻറ്റി ചെയ്തത് നേരെ നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻ്ററിൽ വിളിച്ചു പറഞ്ഞു. അവരവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല, കർത്താവ് കൂടെയുണ്ട്, കർത്താവ് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു. ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, കഴിഞ്ഞ മാസം അവർ ഡിവോഴ്സ്, ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഡിവോഴ്സിൻ്റെ, പക്ഷേ കർത്താവ് അവരെ വേർപിരിക്കാൻ അനുവദിച്ചില്ല. ഒരുമിപ്പിക്കുന്ന യേശു കർത്താവ് അവരെ ഒരുമിച്ച് കൂട്ടി. ഇന്ന് സന്തോഷമായി അവർ ഒരുമിച്ച് ജീവിക്കുന്നു. തൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം യേശുവിന് നന്ദി പറയാമോ? ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഒത്തിരി പേർക്ക് വേണ്ടി, ഓരോരുത്തരുടെ ആവശ്യം എന്താണോ അത് കർത്താവ് അറിയുന്നു. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് അറിയുന്നു. കർത്താവെ, ഈ സമയത്ത് അങ്ങയുടെ കൈകൾ നീട്ടി രോഗികളെ സൗഖ്യമാക്കണമേ. മദ്യപാനത്തിൽ അകപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ കർത്താവ് വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനികൾ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. പുകവലി അതിന് അടിമകളായ വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ സ്കിൻ ഡിസീസുകൾ ഈ സമയത്ത് സൗഖ്യമാകുന്നു. ആസ്മ പ്രോബ്ലം കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. വെരിക്കോസ് വെയിൻ ഇപ്പോൾ സൗഖ്യമാകുന്നു. അതുപോലെ പൈൽസ് രോഗം സൗഖ്യമാകുന്നു. വിവിധ രീതിയിലുള്ള സൗഖ്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അസ്ഥികളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റി വീഴുന്ന ഒരു വ്യക്തി, പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി താഴെ വീഴുന്നൊരു വ്യക്തി, യേശു കർത്താവ് പരിപൂർണമായ സൗഖ്യം നൽകുകയാണ് ഇൻ ജീസസ് നെയിം. അതുപോലെ ഷുഗർ വർദ്ധിച്ചിട്ട് മുറിവുകൾ ഉണങ്ങാത്ത ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ തലയുടെ അകത്ത്, ചെവിയുടെയൊക്കെ അകത്ത് എന്തോ മൂളൽ ശബ്ദം പോലെ കേട്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് വിടുവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. കർത്താവെ, ഓരോ വ്യക്തികൾക്ക് ആവശ്യമുള്ള വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകളെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആവശ്യങ്ങൾ എന്തായാലും അത് ഇപ്പോൾ യേശുവിനോട് പറയുക. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മാംഗ്ലൂരിലും കോഴിക്കോടും ഈ ആഴ്ചയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നു. തീർച്ചയായും വരണം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക്, CD-കൾ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.